വാർത്തകൾ വിശദമായി. മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ഇന്ന് വിധി പറയും. 10 മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കേസിൽ വിധി പറയുന്നത്. 1990-ലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിക്കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ്. തുടർന്ന് പ്രതിയെ വെറുതെ വിട്ടു. പിന്നീട് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലായ ഇയാൾ സഹതടവുകാരനോട് ഈ സംഭവം പറയുകയായിരുന്നു. സഹതടവുകാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 1994-ൽ കേസ് രജിസ്റ്റർ ചെയ്തു. 13 വർഷത്തിനു ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ചുമത്തിയ കുറ്റങ്ങൾ. ഇന്ന് വിധി പറയുകയാണ് ഈ കേസിൽ. കോടതി ജീവനക്കാരനായിരുന്ന ജോസാണ് 1-ാം പ്രതി. ആന്റണി രാജു കേസിൽ 2-ാം പ്രതിയാണ്. കേസെടുത്ത് 30 അധികം വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ വിധി വരുന്നത്. ആന്റണി രാജു പ്രതിയായ തൊണ്ടിമുതൽ തിരിമറി കേസിൽ ഇന്ന് വിധി പറയുകയാണ്. 10 മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇന്ന് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കേസിൽ വിധി പറയുന്നത്. 1990-ലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷിക്കാൻ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തി എന്നതാണ് കേസ്. തുടർന്ന് പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് മറ്റൊരു കേസിൽ ഇയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ ഇയാൾ സഹതടവുകാരനോട് ഈ ഒരു സംഭവം പറയുകയുണ്ടായി. ഈ സഹതടവുകാരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 1994-ലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. പിന്നീട് 13 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ഗൂഢാലോചന, രേഖകളിൽ കൃത്രിമം, വഞ്ചന, തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ചുമത്തിയ കുറ്റങ്ങൾ. ഇന്ന് ഈ ഒരു കേസിൽ വിധി പറയുകയാണ് കോടതി. ജീവനക്കാരനായിരുന്ന ജോസ് ആണ് ഈ കേസിൽ 1-ാം പ്രതി. ആന്റണി രാജു കേസിൽ 2-ാം പ്രതിയാണ്. കേസെടുത്ത് 30-ലധികം വർഷം പിന്നിടുമ്പോഴാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ വിധി വരുന്നത്.